സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ മരത്തൊട്ടിൽ. എഴുതിയത് തനുജ ഭട്ടതിരി. രാവിലെയോ വൈകിട്ടോ 40 മിനിറ്റ് നടന്നോണം. മാസാമാസമുള്ള ചെക്കപ്പിൽ കഴിഞ്ഞ തവണ ഡോക്ടർ പറഞ്ഞതാണ്. ഒന്നുകൂടി ആവർത്തിച്ചു. ഈ പ്രായത്തിലിനി ചില്ലറ അസുഖങ്ങളും വെച്ച് ജിമ്മിൽ പോകാനൊന്നും പറയുന്നില്ല. പക്ഷേ മുടങ്ങാതെ നടന്നോണം. എന്തായാലും പഴങ്ങളും പച്ചക്കറികളും മറ്റു അത്യാവശ്യമുള്ള സാധനങ്ങളും വാങ്ങാൻ പോണമല്ലോ. കൂട്ടത്തിൽ ആദ്യമൊരു നടത്തവുമാവാം. പക്ഷേ സന്ധ്യ കഴിഞ്ഞേ പറ്റൂ. എൻ്റെ എനർജി മുഴുവൻ വൈകിട്ടാണ്. രാവിലെ ഉറക്കം തൂങ്ങിയിരിക്കും. അത് പണ്ടു മുതലേ അങ്ങനാണ്. അമ്മേ, ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നടന്ന് പൂവ് കണ്ടാലും പൂച്ചയെ കണ്ടാലും അവിടെ നിന്ന് നോക്കി ഏതു പട്ടിക്കുട്ടിയോടും നിന്ന് സംസാരിച്ച് 2 റോബസ്റ്റയും ഒരു കെട്ട് ചീരയും വാങ്ങി വരുന്നതല്ല കേട്ടോ ഡോക്ടർ പറഞ്ഞ നടത്തം. മകൾ ഫോണിൽ കളിയാക്കി. അവൾ ഇപ്പോൾ എന്നും വിളിക്കുമ്പോൾ അന്വേഷിക്കുന്ന കാര്യം ഇതാണ്. ഇന്ന് എത്ര നേരം നടന്നു? ബ്രിസ്ക് വാക്ക് ആയിരുന്നു. അപ്പോൾ ഓരോ കള്ളമൊക്കെ പറഞ്ഞു രക്ഷപ്പെടും. റോഡിലിറങ്ങി നടക്കുമ്പോൾ ഇത്തിരി വായി നോക്കാതെ എങ്ങനെയാന്ന്? ആകെയുള്ള ഒരു മകളാണ്. അവളുടെ പാർട്ട്ണറുമൊത്ത് ഡൽഹിയിലാണ് താമസം. ഓരോ നാടുകളിൽ മാറി മാറിയാണ് അവർ താമസിക്കുന്നത്. വർക്ക് ഫ്രം ഹോം ആണ് 2 പേർക്കും. പക്ഷേ കൂടെയുള്ളതിനേക്കാൾ കൂടുതലാണ് എൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച അവളുടെ ഇടപെടലുകൾ. ഒരിക്കൽ അങ്ങോട്ട് പറഞ്ഞു, നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ജിമ്മിൽ പോകുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ. എന്നാൽ ഒന്നിനും ഒരു കൃത്യതയില്ലല്ലോ. രാവിലെ എപ്പോഴാ എണീക്കണേ? രാത്രി എത്ര ലേറ്റായാ ഉറങ്ങണേ? ഭക്ഷണമൊക്കെ തോന്നും പോലെ. അമ്മയെ ഉപദേശിക്കണ സമയത്ത് നീ നിന്റെ ആരോഗ്യം കൂടി നോക്കണം. എനിക്കൊരു കുഴപ്പവുമില്ല. അമ്മയുടെ ഏജും എൻ്റെ ഏജും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അവളോട് സംസാരിച്ചു ജയിക്കാൻ പറ്റില്ല. ഓ പിന്നെ എന്നു പറഞ്ഞു വിഷയം അവസാനിപ്പിച്ചെങ്കിലും അവൾ നിർത്തിയില്ല. അതെ, ഇപ്പോഴും മധുര 17 വിചാരം. ഹാഫ് സെഞ്ചുറി അടിച്ചിട്ട് എത്ര വർഷമായി? ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവളെ ഒന്ന് ഉപദേശിക്കാമെന്ന് തീരുമാനിച്ചു. പൊട്ടിച്ചിരിയുടെ ഇടയിൽ മാത്രമേ തമാശ രൂപത്തിൽ എന്തെങ്കിലും കാര്യം പറയാനാവൂ. പണ്ടൊക്കെ വിവാഹം കഴിഞ്ഞ ഉടനെ ഒരു കുഞ്ഞാകും. പിന്നെ ആ കുഞ്ഞിനു വേണ്ടി ഒരു കൃത്യത ജീവിതത്തിൽ കൊണ്ടുവന്നേ പറ്റൂ. കുഞ്ഞു വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ആയാലും നല്ലതാ. ആർക്കു നല്ലത്? എത്ര പുരോഗമനമാണേലും പഴം ചിന്തയൊന്നും വിട്ടുപോവില്ലല്ലേ? അവളുടെ മറുപടിയിൽ നാണിച്ചുപോയി. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും മകൾക്ക് കുഞ്ഞായിട്ടില്ല. എന്തായാലും ഉടനെയൊന്നും വേണ്ട എന്നാണ് അവർ പറയുന്നത്. അവർക്ക് കുട്ടിയില്ല എന്നു വച്ച് സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമവുമില്ല. പക്ഷേ ഞാനൊന്നു പറയാത്തതുകൊണ്ടാ അവർ പ്ലാൻ ചെയ്യാത്തത് എന്ന് പിന്നെ ഒരിക്കൽ പറയണ്ടല്ലോ. മാത്രമല്ല, വലിയ ചുമതലയൊന്നുമില്ലാതെ ഭാര്യയും ഭർത്താവും കൂടി വിദേശയാത്രകളും നടത്തി അടിച്ചു പൊളിച്ചു ജീവിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന പൈസയൊക്കെ ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെച്ച് ജീവിച്ച് നല്ല കാലം വ്യാകുലപ്പെട്ടു തീർത്തത് ഓർത്തുപോയി. സമയം പോയതറിഞ്ഞില്ല. ബിപിക്കും ഷുഗറിനുമുള്ള മരുന്ന് തീർന്നു. എനിക്ക് മരുന്ന് വാങ്ങണമായിരുന്നു. സന്ധ്യ കഴിഞ്ഞതും കൃത്യം 6 മണിക്ക് നടക്കാനിറങ്ങി. പാൻറ്റും ടോപ്പും ഷൂസും ഇട്ടാണ് നടക്കാൻ പോകുക. അതൊക്കെ വാങ്ങിത്തന്നപ്പോൾ മോൾ പറഞ്ഞു, ഇതിട്ടേ പോകാവൂ. ഷൂസ് ഇട്ടില്ലേൽ പിന്നെയും കാലുവേദന വരും. അറിയാലോ, കൈവീശി വേണം നടക്കാൻ. ഓർഡറാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെ നടക്കും. തോളിൽ ക്രോസ് ചെയ്തിട്ടിരിക്കുന്ന തുണിസഞ്ചിയിൽ എൻ്റെ മൊബൈലും പേഴ്സും വയ്ക്കും. പിന്നെ കൈവീശി ഒറ്റ നടപ്പാണ്. ആ നടത്തം പൊതുവെ 7:30 അവസാനിക്കാറുള്ളൂ. വീടിൻ്റെ ഇടവഴിയിൽ നിന്നും മെയിൻ റോഡിലോട്ട് കയറി അടുത്തുള്ള ഒരു അമ്പലക്കുളത്തിൻ്റെ ചുറ്റിലും കെട്ടിയിരിക്കുന്ന ഫുട്പാത്തിൽ കൂടി നടക്കാനാണ് അവളുടെ കൽപ്പന. അവിടെ നടന്ന ശേഷം തിരികെ വരുമ്പോൾ സാധനങ്ങളും വാങ്ങിക്കാം. നടക്കാൻ വീട്ടിൽ നിന്നും ഇറങ്ങി മെയിൻ റോഡിലെത്തിയതും പുറകിൽ നിന്ന് മെലിഞ്ഞ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നടന്നു വരുന്നത് കണ്ടു. തീരെ ചെറിയ കുഞ്ഞല്ല, ഒരു 2 വയസ്സു പ്രായം. എന്തുകൊണ്ടോ ശ്രദ്ധ മുഴുവൻ ആ പെൺകുട്ടിയിലായി. ഞായറാഴ്ച ആയതുകൊണ്ടും നേരം ഇരുട്ടി തുടങ്ങിയതുകൊണ്ടും റോഡിൽ ആൾക്കാർ കുറവായിരുന്നു. എല്ലാ കടകളും തുറന്നിട്ടില്ല. കുറെ കടകൾ തുറന്നിട്ടുണ്ട്. ചീറിപ്പായുന്ന വാഹനങ്ങളുണ്ട്.
എനിക്ക് എല്ലാ കാലത്തും റോഡിൽ കൂടി വെറുതെ നടക്കാൻ വലിയ ഇഷ്ടമാണ്. ഒരു ലക്ഷ്യവുമില്ലാതെ മനുഷ്യരെ, പരിസരത്തെ ഒക്കെ നോക്കി നടക്കണം. രണ്ടു വശത്തെയും കടകൾ നോക്കി അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ നോക്കി നടക്കാൻ നല്ല രസമാണ്. അങ്ങനെ കാണുന്ന സാധനങ്ങൾ ആവശ്യമില്ലെങ്കിലും ചിലപ്പോഴൊക്കെ പെട്ടെന്ന് കയറി വാങ്ങിക്കാറുണ്ട്. അങ്ങനെ വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ ഉപയോഗശൂന്യമായി വീട്ടിൽ അനാഥമായി കിടക്കുന്നത് കുറ്റബോധമുണ്ടാക്കുമെങ്കിലും ഈ സ്വഭാവം പൂർണ്ണമായും മാറ്റാൻ പറ്റിയിട്ടില്ല. ഇന്ന് പക്ഷേ ഈ പെൺകുട്ടിയിലാണ് നോട്ടം. പെൺകുട്ടിയെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്നെപ്പോലെ തന്നെ റോഡിന്റെ രണ്ടു വശത്തെയും കടകളിലോട്ട് നോക്കിയാണ് ഈ കുട്ടിയും നടക്കുന്നത്. കയ്യിലുള്ള ആ കൊച്ചുകുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. കുറച്ചു നാളായി കാഴ്ചയ്ക്കൊരു പ്രശ്നമുണ്ട്. മോളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ അത് അമ്മയും കുട്ടിയുമാണെന്ന് എന്തുകൊണ്ടോ പെട്ടെന്ന് തന്നെ മനസ്സിലായി. പിറകിൽ നിന്നും വന്ന അവരെ മുന്നോട്ടു പോകാൻ അനുവദിച്ച് ഞാൻ എൻ്റെ നടത്തത്തിൻ്റെ വേഗത കുറച്ചു. റോഡിൻ്റെ എതിർവശത്തുകൂടിയാണ് ഇപ്പോൾ അവർ നടക്കുന്നത്. ഇങ്ങനെ പ്രത്യേക താല്പര്യമുള്ള ആളുകളെ കണ്ടാൽ മറ്റെല്ലാം മാറ്റിവെച്ച് ഞാൻ അവരുടെ പിറകെ ആവുന്നത്ര പോകാറുണ്ട്. പെൺകുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ നടന്നു പതിയെ. ക്വാളിറ്റി കൂടിയ തുണി കൊണ്ടുള്ള വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത്. വളരെ ഫാഷനബിളായ വേഷം. സ്ലീവ്ലെസ് കുർത്തയും പലാസോയും. സോബർ കളറാണ്. സിൽക്ക് തുണിയാണല്ലോ. എന്നാൽ വളരെ ഓവർസൈസ്ഡ് ആണ് ഡ്രസ്. മെലിഞ്ഞിരിക്കുന്ന അവളുടെ ശരീരത്തിൽ അത് തുളുതുളാ കിടന്നു. കാലിൽ ബ്രാൻഡഡ് ഷൂസാണ്, പക്ഷേ വളരെ പഴയത്. മുടി പോണിറ്റെയിൽ കെട്ടിയിരിക്കുന്നു. വരണ്ട മുടിയാണ്, പക്ഷേ ചെറിയ തിളക്കമുണ്ട്. പെട്ടെന്ന് അവൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒറ്റ നോട്ടത്തിൽ അവളുടെ കണ്ണുകളുടെ നിർവികാരത എന്നെ തൊട്ടു. അതേ കണ്ണുകളോടെ അവൾ കടകളിലേക്ക് നോക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ആ അമ്മയും കുഞ്ഞും വളരെ ദരിദ്രരാണ് എന്ന് എനിക്ക് തോന്നി. ആഗ്രഹമോ പ്രതീക്ഷയോ ഇല്ലാത്ത കണ്ണുകൾ പോലെ ഭയപ്പെടുത്തുന്ന മറ്റൊന്നുമില്ലല്ലോ ലോകത്ത്. പട്ടുവസ്ത്രവും ഷൂസുമൊക്കെ ധരിക്കുന്ന പാവപ്പെട്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരോ ഉപയോഗിച്ച ശേഷം ദാനം ചെയ്ത വസ്ത്രമായിരിക്കുമോ അവളുടേത്? ദൈവമേ, ആ കുട്ടിയിൽ ഭക്ഷണത്തിന്റെ കുറവ് കാണുന്നുണ്ട്. ഒരു വിളർച്ച പോലെ. ചൂടുള്ള സമയമായിട്ടും കമ്പിളി തൊപ്പിക്കൊണ്ട് ആ കുട്ടിയുടെ തലയും ചെവിയും മൂടിക്കെട്ടിയിരിക്കുന്നത് എന്തിനായിരിക്കും? കുഴിയിൽ വീണുപോയ ഒരു ജോഡി കണ്ണുകൾ ഉയർത്തി ആ കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കുന്നു. പെൺകുട്ടി ഓരോ കടകളിലേക്കും ഇപ്പോഴും വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. ചില കടകൾ എത്തുമ്പോൾ നടത്തം നിർത്തി നോക്കി നിൽക്കും. ആ കടയിലേക്ക് കയറാൻ പോവുകയാണോ? ഞാൻ സംശയിച്ചു നോക്കി. പല കടകളിലേക്കും അല്പനേരം നോക്കി നിന്ന ശേഷം റോഡ് ക്രോസ് ചെയ്ത് ആ കടയുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. എന്നാൽ ആ കടയിൽ കയറുന്നില്ല. പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. ഒരു സിക്സാക് നടത്തം. ഞാൻ മറ്റെല്ലാം മറന്ന് പെൺകുട്ടിയുടെ പിറകെ തന്നെ കൂടി. എന്നിലെ കഥാകാരി എന്നോട് ചോദിച്ചു, ആലോചിക്കുമ്പോൾ ഒരുപാട് ചോയ്സ് കിട്ടുന്നുണ്ടല്ലോ, അതിൽ ഏതായിരിക്കും അവളുടെ ജീവിതം? അത്തരം പല ആലോചനകൾക്ക് ശേഷം പുതിയ കഥയ്ക്ക് വേണ്ടി ഞാൻ അവയൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. ബാഗിൽ നിന്നും ഫോൺ എടുത്തു. മകളാണ്. അമ്മേ, അമ്മാവൻ്റെ 90ാം പിറന്നാളിൻ്റെ അന്നിടാൻ അമ്മയ്ക്കൊരു ഡ്രസ്സ് വാങ്ങിക്കട്ടെ? ഓൺലൈനിൽ നല്ല സെലക്ഷൻ ഉണ്ട്. അവൾ ചോദിക്കുന്നു. പൊതുവേ ഈ വിഷയം ഇഷ്ടമുള്ളതാണെങ്കിലും ഇപ്പോൾ അതിലൊന്നും താല്പര്യം തോന്നിയില്ല. ഇഷ്ടമുള്ളതുപോലെ ചെയ്യൂ, നിനക്കിഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. വേഗം ഞാൻ പെൺകുട്ടിയെ തിരഞ്ഞ് മുന്നോട്ട് നോക്കുമ്പോൾ ആ പെൺകുട്ടി വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു. എന്നാൽ അതേപോലെ തന്നെയുള്ള മറ്റൊരു അമ്മയും കുട്ടിയും വലത്തോട്ട് തിരിയുന്ന ഒരു ചെറിയ ഇടവഴിയിൽ കൂടി ദൂരേക്കു നടക്കുന്നുണ്ട്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. പിന്തുടർന്നു വന്ന അമ്മയും കുഞ്ഞും ഏതാണ്? രണ്ടുപേർക്കും ഒരേ ആകൃതി, ഒരേ വേഷം, രണ്ടുപേരുടെ കയ്യിലും കുഞ്ഞ്. മനസ്സ് പറഞ്ഞു, തിരിയണ്ട, നേരെ മുൻപോട്ട് നടക്കൂ. വലതുവശത്തോട്ടുള്ള ഇടവഴിയിൽ കൂടി ദൂരേക്ക് നടന്നു നീങ്ങുന്ന അമ്മയെയും കുഞ്ഞിനെയും ഞാൻ അവരുടെ വിധിക്ക് വിട്ടു. ആ കഥ എനിക്കറിയണ്ട. ഞാൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. എന്റെ നടത്തത്തിന് സ്പീഡില്ലെന്ന് ആരാണ് പറഞ്ഞത്? ആ പെൺകുട്ടിയുടെ പിറകെ വീണ്ടും എത്തി. പെൺകുട്ടി
പല ചെറിയ ഇടവഴികളിലും തിരിയുകയും തിരിഞ്ഞ് അല്പം നടന്നിട്ട് തിരിച്ച് മെയിൻ റോഡിലോട്ട് വന്നു കയറുകയും ചെയ്തു. അതൊക്കെ സസൂക്ഷ്മം നോക്കി നിന്നു ഞാനും. ജംഗ്ഷനിൽ റോഡിന്റെ എതിർവശത്തായി ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു. പെൺകുട്ടി ആ കടയിലോട്ട് കയറി. ആദ്യമായിട്ടാണ് അവൾ ഒരു കടയിലോട്ട് കയറുന്നത്. കടയിൽ വീടുകളിൽ എന്ന പോലെ ഓരോ മുറികളുടെ ഡിസൈനുകളായി ഫർണിച്ചറുകൾ ക്രമീകരിച്ചിരിക്കുന്നു. ബെഡ്റൂമായി ഒരുക്കിയയിടത്ത് ഒരു ഡബിൾ കട്ടിലും ഒരു അലമാരിയും ഒരു സൈഡ് ടേബിളും, ഫ്രണ്ട് റൂമായി ഒരുക്കിയിടത്ത് സോഫ സെറ്റും അറ്റാച്ച്ഡ് ടീപ്പോയും ഫ്ലവർ വേസ് സ്റ്റാൻഡും. ഊണുമുറിയായി ഒരുക്കിയിരിക്കുന്നു ഊണുമേശയും അതിനു ചേരുന്ന കസേരകളും പാത്രം വയ്ക്കാനുള്ള മരസ്റ്റാൻഡും. ഹാളിന്റെ മൂലയിൽ ഒരു മരത്തൊട്ടിലുമുണ്ട്. അതിലെ കൊത്തുപണികൾ വളരെ മനോഹരമായിരിക്കുന്നു. പെൺകുട്ടി ഇവയൊക്കെ നോക്കി വിലയിരുത്തുകയാണ്. അപ്പോൾ ഇവൾ ദരിദ്രയൊന്നുമല്ല. തൻ്റെ പുതിയ വീടിന് ചേർന്ന ഫർണിച്ചർ അന്വേഷിച്ചിറങ്ങിയതാണ്. ഞാൻ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ മനഃപൂർവ്വം കയറി. ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കരുതെന്ന ഉപദേശമൊക്കെ മറന്നുപോയി. ഭാഗ്യം, അവിടെ തിരക്കായിരുന്നു. എൻ്റെ ശ്രദ്ധ അമ്മയും കുഞ്ഞിലുമായിരുന്നു. മുൻഭാഗത്തിട്ടിരുന്ന കസേരകളിൽ ഒന്നിൽ കുഞ്ഞിനെ അവൾ ഇരുത്തി. ബാഗ് അടുത്തു വച്ചു. പെൺകുട്ടി മുറിയിലെ എല്ലാ മര ഉരുപ്പടികളും നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ തൊട്ടടുത്തുള്ള ഒരു ലേഡി സ്റ്റോറിലേക്ക് ക്രോസ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി അടുത്ത് എനിക്ക് അവളുടെ മുഖം കാണാൻ പറ്റി. അവളുടെ കണ്ണുകൾക്ക് ജീവൻ വച്ചിരുന്നു. നേരത്തെ കണ്ട നിർജീവത നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വപ്നങ്ങൾ പൂത്തുലയുന്ന ഒരു വട്ടമുഖം. കുട്ടിക്ക് വിശപ്പുള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ തന്നെ അവൾ ബാഗ് തുറന്ന് കുട്ടിക്കൊരു ബിസ്ക്കറ്റ് എടുത്ത് കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഈ സ്ത്രീക്ക് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല എന്നും സൗഖ്യമായി ജീവിക്കുന്ന ഒരു കുടുംബമാണെന്നും ഞാൻ തീരുമാനിച്ചു. എനിക്ക് നിരീക്ഷിക്കാൻ ഇഷ്ടം കഥകൾ ഉള്ളവരെയാണ്. പെൺകുട്ടിയിൽ വ്യത്യസ്തമായ ഒരു കഥയുള്ളതായി ആദ്യം തോന്നിയെങ്കിലും ഇപ്പോൾ ആ തോന്നൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. പെൺകുട്ടി കുട്ടിയെ എടുത്ത് കസേരയിലിരുന്നു. ഫർണിച്ചർ ഷോപ്പിലെ പയ്യൻ കടയുടെ ഉള്ളിലെവിടെയോ നിന്ന് ഇറങ്ങി വന്നു. അവൻ അവളോട് എന്തോ സംസാരിക്കുന്നുണ്ട്. അവളും തിരിച്ചെന്തോ പറയുന്നുണ്ട്. ആരോ വരാൻ വേണ്ടി അവൾ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. മിക്കവാറും ആ കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കണം. അയാൾ വന്നു കഴിഞ്ഞാൽ ഒരു കസേരയോ മേശയോ വാങ്ങി ഇവർ അയാളോടൊപ്പം പോകും. അത്രയേയുള്ളൂ അവളുടെ കഥ. സമാധാനം. സ്വന്തം കാര്യം നോക്കി പോകാൻ ഞാൻ തീരുമാനിച്ചു. തിരികെ വീട്ടിലോട്ട് നടന്നു. എന്നും നടക്കുന്ന വഴിയിൽ കൂടിയല്ല ഞാൻ ഇന്ന് നടന്നിരിക്കുന്നത്. അറിയാത്ത ഏതോ വഴി. അമ്പലക്കുളവും നടക്കാനുള്ള ഫുട്പാത്തുമൊക്കെ ഞാൻ മറന്നുപോയല്ലോ. പെൺകുട്ടിയെ പിന്തുടർന്നു പോയതുകൊണ്ട് വഴിതെറ്റിയതാണ്. രാത്രി ഉറങ്ങി എണീറ്റിട്ടും രാവിലെ തന്നെ പെൺകുട്ടിയെ ഓർത്തു. മനസ്സിൽ നിന്നും എന്തുകൊണ്ടോ അവൾ പോയിരുന്നില്ലല്ലോ. പെൺകുട്ടി നടന്ന അതേ വഴിയിൽ കൂടി അതേ കടകൾ നോക്കി ഇടയ്ക്ക് റോഡ് ക്രോസ് ചെയ്ത് ഞാനിപ്പോൾ നടക്കുകയാണ്. എൻ്റെ കയ്യിൽ കുട്ടിയില്ല. മകൾ ഉള്ളിലുണ്ട് എന്നു മാത്രം. അവളെ ഒക്കത്തു വെച്ച് നടന്ന പഴയ വഴികളെയും പഴയ എന്നെയും ഓർത്തു ഞാൻ. അതേ വഴിയിൽ കൂടി വീണ്ടും നടന്നു. നടത്തത്തിനിടയിൽ ഞാൻ തിരിഞ്ഞൊന്നു നോക്കി. അതാ എൻ്റെ പിറകെ ഞാൻ. എന്നെ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ പിറകിൽ നിന്നും പതിയെ നടന്നു വരുന്നു. എൻ്റെ സങ്കടത്തെയും എൻ്റെ സന്തോഷത്തെയും പിറകിൽ കൂടി നടന്നു വരുന്ന ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്നൊരു തോന്നൽ. ഇന്നലെ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നിരിക്കുമോ? അതോ ഇന്നലെ നടന്നത് ഇന്ന് നടക്കാൻ പോകുന്നതിൻ്റെ ഒരു റിഹേഴ്സലായിരുന്നോ? പെൺകുട്ടി നടന്നതുപോലെ രോഗിയായ ഞാൻ നടന്നുകൊണ്ടിരുന്നു. കടകൾ നോക്കി നോക്കി വേച്ച് ആ ഫർണിച്ചർ കടയുടെ മുന്നിലെത്തി. എത്ര മനോഹരമായ സ്വപ്നങ്ങളാണ് ഈ കടകളുടെ മുമ്പിൽ ജീവനില്ലാത്ത ഉപകരണങ്ങൾ കൊണ്ട് ഒരുക്കിയിട്ടിരിക്കുന്നത്. റോഡിൽ കൂടി പോകുന്ന ആരും നോക്കി നിന്നു പോകും, പ്രത്യേകിച്ചും സ്വന്തമായ ഒരു വീടില്ലാത്തവർ. സ്വന്തം വീടിനെ ഹൃദയത്തിലേക്കെടുത്തുകൊണ്ട് ആ ഫർണിച്ചർ കടയിലേക്ക് ഞാൻ പതുക്കെ കയറി. കടയിലെ ചെറുപ്പക്കാരൻ ചിരിച്ചു. എന്തേ മാഡം, പാക്ക് ചെയ്യട്ടെ? എന്ത്? ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് നോക്കാൻ. എൻ്റെ തോളുകൾ അനങ്ങി. അല്പം കഴിഞ്ഞ് അറിയാതെ ചോദിച്ചു പോയി, ഇന്നലെ വന്ന അമ്മയും കുഞ്ഞും ഇവിടുന്ന് എന്തൊക്കെ വാങ്ങിച്ചു? അയാൾ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. അല്ല, ഇന്നലെ ഈ സമയം ഒരു പെൺകുട്ടിയും
ഒരു കുഞ്ഞും കൂടി വന്ന് ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നല്ലോ. അവർ എന്ത് ഫർണിച്ചറാണ് വാങ്ങിച്ചത്? അങ്ങനെ ആരും ഇന്നലെ വന്നില്ലല്ലോ മാഡം. എനിക്കാകെ അത്ഭുതമായി. ഇയാൾ തന്നെയായിരുന്നു ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നത്. എന്നിട്ടും അയാളത് ഓർക്കാത്തതെന്ത്? ഇല്ലാത്ത വീടും ഇല്ലാത്ത കുടുംബവും ഇല്ലാത്ത അമ്മയും കുഞ്ഞുമോ? ഇല്ല, ഞാൻ ഇന്നലെ കണ്ടതാണല്ലോ. ഇതാ ഇവിടെയുള്ള കസേരയിലാണ് അവർ ഇരുന്നത്. മാഡത്തിന് തെറ്റിപ്പോയി. ഇന്നലെ വൈകിട്ട് മാഡം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. തൊട്ടിൽ നോക്കാൻ അഡ്വാൻസ് തന്നിരുന്നു. ഒന്നും മനസ്സിലാകാതെ നിന്നുപോയി. പോരാതെ അമ്മയും കുഞ്ഞുമിരുന്ന കസേരയുടെ സ്ഥാനത്ത് ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും തടികൊണ്ടുള്ള ഒരു ശില്പം. ഞാൻ വിയർത്തൊഴുകി. ഈ ശില്പം പുതുതാണോ? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അത് വിൽക്കാൻ വച്ചിരിക്കുന്നതല്ല മാഡം. അത് കട തുടങ്ങിയ അന്നു മുതൽ അവിടെയുണ്ട്. ഒരു ഷോപ്പീസ്. എനിക്കൊന്നുമേ മനസ്സിലാകുന്നില്ല. ശില്പത്തിൽ നിന്നും കണ്ണ് മാറ്റാനാകുന്നില്ല. പാകമാകാത്ത വലുപ്പമുള്ള പട്ടുടുപ്പിട്ട ഒരു പെൺകുട്ടിയും കയ്യിലൊരു കുഞ്ഞും. ആ പെൺകുട്ടിക്ക് 18 വയസ്സെങ്കിലും പ്രായമുണ്ടോ ആവോ? എൻ്റെ കണ്ണുകൾക്ക് ഇപ്പോൾ വയസ്സ് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കണ്ണ് ഡോക്ടറെ കാണണമെന്ന് മോളോട് പറയണം. ഞാൻ അറിയാതെ ഞാൻ നടന്നു ആ ശില്പത്തിൻ്റെ അടുത്തേക്ക്. ഞാൻ ആ അമ്മയെയും കുഞ്ഞിനെയും തൊട്ട് തലോടി. എൻ്റെ വിരലുകൾ ആ കുഞ്ഞിൻ്റെ വിരലുകളിൽ പിണഞ്ഞു വിറച്ചു. എൻ്റെ പൊക്കിൾ പനിച്ചു. അടിവയർ നീറി. മൊബൈൽ വീണ്ടും ശബ്ദിച്ചു. മകൾ. പെട്ടെന്ന് മരത്തൊട്ടിൽ തനിയെ ആടാൻ തുടങ്ങി. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.